ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ CSEBയുടെ പുത്തൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു എക്സാം കുറച്ച് ഈസി ആയിരുന്നു. ഇനി അതേപോലെ ഈസി ആയിക്കൊള്ളണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടി പറ്റില്ല. ആ എക്സാമിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. കാരണം നമ്മളെ CSEB എക്സാമിന് കൂടുതലായിട്ട്, അതായത് ഏറ്റവും കൂടുതൽ സ്കോർ ചോദിക്കുന്ന രണ്ട് ഏരിയകളാണ് ബാങ്കിങ്ങും അക്കൗണ്ടൻസിയും അല്ലേ. അപ്പോൾ ഈ അക്കൗണ്ടൻസി ഏരിയ ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള കടുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ, അതായത് അക്കൗണ്ടൻസിൻ്റെ ബേസ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം അക്കൗണ്ടൻസിയുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം അക്കൗണ്ടൻസിയുടെ ഓരോ ഏരിയയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കടന്നു പോകാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മളെ ചാപ്റ്ററിലേക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിലെ ഇൻട്രൊഡക്ഷൻ എന്താണ്, അക്കൗണ്ടിങ് നമ്മൾ പഠിക്കണം, അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് നമ്മൾ പഠിക്കണം. നോക്കാം, നമുക്ക് നേരെ നോക്കാം എന്താണ് അക്കൗണ്ടിങ്. നോക്കിയേ, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ദി ഇൻ്റർപ്രിട്ടേഷൻ, ദ ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ദ റിസൾട്ട് ടു ദ പേഴ്സൺ ഹൂ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ഇൻഫർമേഷൻ. ഇതാണ് അക്കൗണ്ടിങ്. നോക്കിയേ, ഇവിടെ കുറച്ചധികം പോയിന്റുകൾ പറയുന്നത് ഏതൊക്കെയാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ട്, ഒന്നാമത്തെ കാര്യം എന്തൊക്കെയാണ്, റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, ദെൻ സമ്മറൈസിങ്, ദെൻ അനലൈസിങ് ആൻഡ് ദെൻ ഇൻ്റർപ്രിറ്റിങ്. എന്താണ് ഈ കാര്യങ്ങൾ? അതായത് ആദ്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം, അക്കൗണ്ടൻസി എന്നാൽ അതൊരു ആർട്ടാണ്. അതൊരു ആർട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കലയാണ് അല്ലേ. എന്തിൻ്റെ കല? നോക്കിയേ, റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിങ് അല്ലേ. ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അത് തരംതിരിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് അവിടെ അനാലിസിസ്, അതായത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദ ലാസ്റ്റ് നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. എന്താണ് ഇത്തരത്തിൽ ഉത്തരത്തിലേക്ക് എത്തുന്നത്? പ്രധാനമായിട്ടും ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ബിസിനസ് ട്രാൻസാക്ഷനും കമ്മ്യൂണിക്കേഷനും, അതായത് നമ്മളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷനുകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട് അവിടെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണോ, എത്രത്തോളം അതിൽ ഓക്കെ തന്നെയാണ്, അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, പാകപ്പിഴകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും, കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ, അതായത് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ റിപ്പോർട്ട് നമ്മളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമാണ്, അവരിലേക്ക് എത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും അക്കൗണ്ടിങ് എന്നൊരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസായിട്ട് എന്താണ് എന്ന രീതിയിൽ അക്കൗണ്ടിങ് പറയാൻ പറ്റും. നമ്മളെപ്പോഴും പറയുമ്പോൾ ഏതൊരു കാര്യവും നമ്മൾ സംസാരിക്കും, അത് ഏതൊരു കാര്യമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, പഠനത്തിൻ്റെതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതിനൊരു ആധികാരികതയാണ് അല്ലേ. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അത് വാലിഡ് പോയിന്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു വാലിഡ് പോയിന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റിയതാണ് അവിടെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ് അല്ലേ. ഡെഫിനിഷനാണ് പറയാൻ പറ്റുക. അപ്പോൾ നമുക്കൊരു ഡെഫിനിഷനിലേക്ക് പോയി നോക്കാം അക്കൗണ്ടിങ്ങിൻ്റെ. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു, ഈ ഒരു ഡെഫിനിഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ നമ്മളെ ഈ വീഡിയോ കാണുന്നതിൽ ചിലപ്പോൾ +1 +2 അക്കൗണ്ടിങ് കഴിഞ്ഞ് വന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. കൊമേഴ്സൊക്കെ പഠിച്ച് വന്ന, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു ഡെഫിനിഷൻ കാണാപ്പാഠം അറിയായിരിക്കും. കാരണം എന്താ, അവർ ആ +1 ക്ലാസ്സിൽ നിന്ന് മനഃപ്പാഠമായിട്ട് കണ്ണ് പൂട്ടി പറയുന്ന പോലെ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും, പച്ചവെള്ളം പോലെ എന്നൊക്കെ അല്ലേ. എന്താ അവിടെ പറയുന്നത്? According to the American Institute of Certified Public Accountant AICPA, accounting is an art of recording, classifying and summarizing in a significant manner and in terms of money, transaction and event which are in part at least of a financial character and interpreting the result thereof. ഇപ്പം ഞാൻ വായിക്കുന്ന കൂടെ തന്നെ നിങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇതാണ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം എന്താ, എവിടെയെങ്കിലും നമുക്ക്, കാരണം അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ എഴുതൂ എന്നൊന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാറില്ല.
എന്നാൽ കൂടി നമ്മൾ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു MCQs വന്നാൽ അക്കൗണ്ടിങ്ങിന് ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു വെക്കുക. ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? AICPA ആണ്. AICPA എന്ന് വെച്ചാൽ എന്താണ്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അല്ലേ, അവരാണ്. അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവൻറ്റുകളോ ട്രാൻസാക്ഷനുകളോ, ഫിനാൻഷ്യൽ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവൻറ്റുകളോ ട്രാൻസാക്ഷനുകളോ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഒരു റിസൾട്ടായിട്ട് മാറ്റുന്നതിനെയാണ് പ്രധാനമായിട്ടും അക്കൗണ്ടിങ് എന്ന് പറയാം. ഇതെന്തായിരിക്കണം? ഈ അക്കൗണ്ടിങ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇൻ ടേംസ് ഓഫ് മണി എന്തായിരിക്കണം? ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കണം. ഇതാണ് ആദ്യമായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഒരു ഡെഫിനിഷൻ പറയാൻ വേണ്ടി പറ്റുക. ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ഈ റെക്കോർഡിങ്, ക്ലാസിഫൈങ് എന്നൊക്കെ വെച്ചാൽ നമുക്ക് നോക്കണ്ടേ? ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് റെക്കോർഡിങ്. റെക്കോർഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? രേഖപ്പെടുത്തി വെക്കുക എന്നാണ് അല്ലേ. നമ്മൾ എവിടെയൊക്കെ കുറിച്ച് വെക്കുക എന്നൊക്കെ നമ്മൾ പറയും, അതിനെയാണ് പറയുക. റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ദി ബേസിക് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് അല്ലേ. അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെയും അതിലെ ബേസിക് ഫംഗ്ഷൻ ആണ് എന്ത് പറയുന്നത്? റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ഈസ് ഒറിജിനലി ഡൺ ഇൻ ദ ബുക്ക് കോൾഡ് ജേണൽ. റെക്കോർഡിംഗ് ഈസ് ഒറിജിനലി ഡൺ ഇൻ ദ ബുക്ക് കോൾഡ് ജേണൽ അല്ലേ. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. റെക്കോർഡിംഗ് ചെയ്യപ്പെടുന്നതിനെ നമ്മൾ എന്താ പറയുക? അവിടെ ജേണൽ എന്താണ് പറയുക അല്ലേ. അവിടെ എന്താ പറയുക? ജേണൽ എന്നാണ് പറയുക. നമ്മൾ എവിടെയെങ്കിലും എന്ത് ചെയ്യുക? കുറിച്ച് വെക്കുക. അതിന് തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്ലാസിഫൈങ്. Classification is concerned with the systematic analysis of recording data with a view to bring transaction or entries of similar nature to one place അല്ലേ. ഇത് നമുക്ക് പറഞ്ഞാൽ മതി. എന്താ ക്ലാസിഫൈങ് എന്ന് വെച്ചാൽ തരംതിരിക്കുക അല്ലേ. നമ്മളിപ്പോൾ ഒരേ രീതിയിലുള്ള കാര്യങ്ങളെ ഒന്നിച്ച് ഒരു കുടക്കീഴിലാക്കുക എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈങ്ങിൻ്റെ അർത്ഥം. നോക്കിയ മക്കളെ, എന്താ അവിടെ വരുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അല്ലെ, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. പച്ചക്കറികളായിക്കോട്ടെ, പലവ്യഞ്ജനങ്ങളായിക്കോട്ടെ, ബേക്കറി സാധനങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റേ ഈ ഫിഷ്, മീറ്റ് പോലത്തെ സാധനങ്ങളായിക്കോട്ടെ അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എവിടെയാണ്, അതായത് സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ ഒരുപാട് വിസ്തൃതിയിലായിരിക്കും. അപ്പോൾ എവിടെയാണ് നമുക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പം തിരഞ്ഞു നോക്കാനുള്ള സമയം കണ്ടെത്തിയെന്ന് വരില്ല. ആ സമയത്ത് അവിടെ രേഖപ്പെടുത്തും എന്താ? വെജിറ്റബിൾസ് റോ 1 ഇനി മീറ്റ്, ഫിഷ് പോലുള്ള എത്രയാണ്? റോ 6 അതുപോലെ ബേക്കറി സാധനങ്ങൾ എവിടെയാണ്? റോ 9 അല്ലേ. ഇങ്ങനെ ഓരോന്നേരം നമുക്ക് ക്ലാസിഫൈ ചെയ്ത്, അതായത് വെജിറ്റബിൾസിൻ്റെ കീഴിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു വെജിറ്റബിൾ മാത്രമല്ല, വെണ്ടയ്ക്ക അതേപോലെ ഉരുളക്കിഴങ്ങ്, ഇങ്ങനത്തെ ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് എന്ത് ചെയ്യും, അവിടെ കിട്ടും അല്ലേ. ഇനി ബേക്കറി സാധനം പോയാൽ ലഡു, ജിലേബി അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ സിമിലർ നാച്ചുറലായിട്ട് വരുന്നതിനെ എന്ത് ചെയ്യുന്നു, ഒരു രീതി അല്ലേ തരംതിരിച്ചുകൊണ്ട് ഒരേ രീതിയിലാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് പറയാം, അവിടെ ക്ലാസിഫൈങ് എന്ന് പറയാം. ക്ലാസിഫൈങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ പറയുന്ന പേരാണ് മക്കളെ ലെഡ്ജർ അല്ലേ. ക്ലാസിഫൈ ചെയ്യാൻ, അതായത് ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലെഡ്ജർ എന്ന്. ഈ ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേജിലേക്ക് എഴുതുന്നു. ആ പേജിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ അക്കൗണ്ട് അല്ലേ. ഇവിടെ നമ്മൾ പറയുന്ന ഒരുപാട് വിൽപ്പനകൾ നടന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സെയിൽസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങി, അപ്പോൾ വാങ്ങി എന്നുള്ളതൊക്കെ അവിടെ എന്താ, പർച്ചേസ് എന്ന രീതിയിൽ നമ്മൾ അവിടെ എഴുതുന്നു അല്ലേ. നമുക്ക് ഒരുപാട് ചിലവുകളുണ്ടായി, അപ്പോൾ എന്ത് ചെയ്യുന്നു, എക്സ്പെൻസ് എന്നൊരു കീഴിൽ നമ്മൾ എഴുതുന്നു അല്ലേ. ഇങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ തരംതിരിച്ചുകൊണ്ട് ഓരോ രീതിയിൽ അക്കൗണ്ടിലേക്ക് ആക്കി മാറ്റുന്നതിനെയും കൂടിയാണ് അവിടെ എന്ത് പറയുന്നത് മക്കളെ, അവിടെ ക്ലാസിഫൈയിങ് എന്ന രീതിയിൽ അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ സമ്മറൈസിങ്. ക്ലാസിഫൈ ചെയ്ത് മാത്രം പോരാ, നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചു. ക്ലാസിഫൈ ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് മനസ്സാവുന്ന പോലെ അല്ലേ, നമുക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്യുന്നു. ഇത്രത്തോളം വന്നു. അതായത് നമ്മളിപ്പോൾ നേരത്തെ അവിടെ എന്ത് ചെയ്തു, അവിടെ ചെലവുകളും വരവുകളും നമ്മൾ നോക്കണം, എക്സ്പെൻസും അതേപോലെ റവന്യൂ നോക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഇത്രത്തോളം വരവുകൾ ഉണ്ടായി, ഇനി ഇത്രത്തോളം ചിലവുകൾ ഉണ്ടായി അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് കൂട്ടി നോക്കുന്നു എത്രത്തോളം ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു 100 വരവുണ്ടെങ്കിൽ 90 ചിലവ് എന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം,
അവിടെ നമുക്കൊരു ലാഭമുണ്ടെന്ന് പറയാം അല്ലേ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാവുന്ന പോലെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രസന്റേഷൻ ഓഫ് ദ ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ എ മാനർ understandable and useful to the internal users like different levels of management and external users like banker, creditors, investor അല്ലേ. അതായത് നമ്മളുടെ അക്കൗണ്ടിങ്ങിൻ്റെ 2 യൂസേഴ്സ് ആണ്, ഒന്ന് ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ അകത്തുള്ളതാണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ പുറത്തുള്ളതാണ്. അവിടെ ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അവിടെ വരും. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും മനസ്സിലാവുന്ന രീതിയിലും അവർക്ക് രണ്ടാക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലും നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്ത് വെച്ച ഡാറ്റയെ എന്ത് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നതിനെയാണ് പ്രധാനമായിട്ടും സമ്മറൈസിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ അല്ലെ. അനലൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നു അല്ലെ. നോക്കിയേ, ദ ഫിനാൻഷ്യൽ ഡാറ്റ റെക്കോർഡ് ഈസ് analyzed and interpreted in such a manner that the end user can make a meaningful judgment about the financial condition of the business അല്ലേ. നമ്മളുടെ ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇത്രയോളം ചെയ്തു വെച്ച ഡാറ്റകളൊക്കെ അവസാനം ഒരു ഉത്തരം എന്ന രീതിയിൽ അവിടെ മാറ്റി വെക്കുന്നു അല്ലേ. നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ്, അതായത് ഇത്രത്തോളം ലാഭം വന്നു, ഇത്രത്തോളം നഷ്ടം വന്നു എന്ന രീതിയിൽ നമുക്ക് അവസാനമായി മാറ്റി വെക്കാനും അല്ലെ നമുക്ക് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും റെക്കോർഡിംഗ്, ക്ലാസിഫൈ എന്ന രീതിയിൽ നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ കറക്റ്റായിട്ടൊരു പൊരുൾ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇപ്പോൾ 100 രൂപ ലാഭം കിട്ടിയെന്ന് വെച്ചോ. 100 രൂപയൊന്നും ആയിരിക്കില്ല, അതിൽ കൂടുതലുണ്ടാവും. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം, 100 രൂപയാണ് നമുക്ക് ലാഭം കിട്ടിയത്. അപ്പോൾ അങ്ങനെ 100 രൂപ ലാഭം കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരുമായിട്ട്, നമ്മളെ ബിസിനസ്സിൻ്റെ ഓണേഴ്സുമായിട്ട്, ബിസിനസ്സിൻ്റെ MDയുമായിട്ട്, മാനേജേഴ്സായിട്ട്, എക്സ്റ്റേണൽ യൂസേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രയൊക്കെ ലാഭങ്ങൾ നടന്നിട്ടുണ്ട്, നമുക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്താലാണ് ലാഭം വരുന്നത്, ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടങ്ങളെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ് നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് മാറ്റാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മനസ്സിലാവുക അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് അവസാനം നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. ആ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, റേഷ്യോകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്തും ഗ്രാഫുകൾ ഉപയോഗിക്കും അല്ലേ. ഗ്രാഫുകളും അതേപോലെ റേഷ്യോകളും അതേപോലെ എന്താണ് ഡയഗ്രാംസ് ഉപയോഗിക്കും അല്ലേ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരാളുമായിട്ട് ഇത്രത്തോളം ലാഭം, ഇത്രത്തോളം നഷ്ടം എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ അവസാന രീതിയിലേക്ക് നമ്മൾ എത്തുന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് അക്കൗണ്ടിങ്ങിന് പറയാനുള്ളത്. മക്കളെ, നമുക്കറിയാം 250-ലധികം ഒഴിവുകളാണ് ഈ വരുന്ന CSEB ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 250 സംഖ്യ നമ്മളെ മുന്നിൽ വളരെ വലുത് തന്നെയാണ്. നമ്മൾ ഇത്രത്തോളം കാലം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും പുതിയതായി പഠിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മളുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത ബാച്ചിൽ ഒരുപാട് പ്രത്യേകതകൾ, അതായത് ലൈവ് സെഷൻസ് കിട്ടും, അതിന് റെക്കോർഡ് സെഷൻസ് കിട്ടും, PDF നോട്ടുകൾ, മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ, എക്സാം സീരീസുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു ജോലി എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടാണ് നമ്മളെ ഈ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 89 21 44 05 80 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് കൂടാതെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇനിയുള്ള അടുത്ത ക്ലാസ്സിൽ ബേസിക്കിൻ്റെ അടുത്തൊരു സെഷനിലേക്ക്, അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ഇപ്പോൾ ബൈ, താങ്ക് യു.